ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ്. ചൗച്ചോ വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നമ്മൾ ഈ തോരൻ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പടവലങ്ങയൊക്കെ തോരൻ വെച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. ഇതാണ് ചൗച്ചോ എന്ന് പറഞ്ഞ വെജിറ്റബിൾ. ഇത് ഞാൻ 3/4 കിലോ ആണ് എടുത്തിട്ടുള്ളത്. 750 ഗ്രാം ഉണ്ട്. 2 ചൗച്ചോ കൂടെ കൂടിയിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കണം. അപ്പോൾ കനം കുറച്ച് പീൽ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ തൊലി നമ്മളിങ്ങനെ കളയുമ്പോൾ ആ ചൗച്ചോൻ്റെ പുറത്തിങ്ങനെ നമുക്കൊരു വെള്ളം ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരു തോന്നും നമുക്ക്. ഇനി അത് രണ്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം. നമുക്ക് ചൗച്ചോ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുള്ളിൽ ചെറിയൊരു കുരുണ്ട്, അതെടുത്ത് മാറ്റണം. ഇനി അത് കനം കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ രണ്ട് ചൗച്ചവും കട്ട് ചെയ്തെടുക്കണം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 6-7 പച്ചമുളക് എടുക്കാം. 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് 3-4 ഉണക്കമുളകും 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചൗച്ചോ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല.
ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കവർ ചെയ്ത് വെക്കണം. ഒരു 2-3 മിനിറ്റ് കവർ ചെയ്ത് വെക്കുക. ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം അടപ്പ് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇനി ഇത് വീണ്ടും കവർ ചെയ്ത് വെക്കണം. ഇതേപോലെ 2-3 പ്രാവശ്യം ഒന്ന് കവർ ചെയ്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും വെള്ളം പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. മഞ്ഞൾപ്പൊടി അധികം ചേർക്കരുത്. മഞ്ഞൾപ്പൊടി അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് മഞ്ഞൾ വന്ന് ആ ചൗച്ചോൻ്റെ ഭംഗി പോകും. ചൗച്ചോൻ്റെ ആ പച്ചയും വൈറ്റും കൂടെ കൂടിയ ഒരു കളറുണ്ടല്ലോ, അതും ആ ചെറിയൊരു മഞ്ഞളിൻ്റെ നിറവും കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ടേസ്റ്റാണ് ഈ തോരൻ കഴിക്കാനായിട്ട്.